ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വയനാട്ടിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ആക്കിയിരുന്നു. അന്ന് രാത്രി ആയിട്ട് പ്ലാൻ ആക്കിയത്. ഇമ്മാൻ്റെ ഒരു ആഗ്രഹപ്രകാരം അങ്ങനെ പോവുകയാണ്. അപ്പോൾ തലേന്നൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. ചിക്കൻ കടായിയൊക്കെ ആക്കിയിട്ട് ഞങ്ങളങ്ങനെ പോവുകയാണ്. നേരെ ഞങ്ങൾ മടവൂരിലേക്കായിട്ട് പോയത്. അവിടെ കയറി ഞങ്ങൾ ഇതുവൊക്കെ ചെയ്ത് ഇറങ്ങി. പിന്നെ അവിടുന്ന് നേരെ വിട്ടത് കൊടുങ്ങാമ്പള്ളിയിലേക്കാണ്. ഇമ്മാക്കൊരു പൂതിയായിട്ട് അങ്ങനെ ഞങ്ങൾ പോയതാണ് കേട്ടോ. ഇമ്മാക്ക് തലേന്നൊരു പൂതിയൊക്കെ പോകാമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പോകാൻ വന്നതാണ്. അങ്ങനെ നേരെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ കൊടുങ്ങാമ്പള്ളി പോയി. അവിടെയും കയറി ഇതൊക്കെ ചെയ്ത് നിസ്കരിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ അവിടെ ഞങ്ങൾ നോളജ് സിറ്റിയിൽ നിന്ന് ഇങ്ങനെ കാണലുണ്ട്. വയനാട്ടിൽ നിന്ന് ഇങ്ങനെ കാണുന്നല്ലാണ്ട് ഞങ്ങൾ പോയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങളങ്ങനെ ഇന്നെന്തായാലും പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി. അവിടെ പോയി ഫുള്ള് കറങ്ങി. പക്ഷേ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ അവിടെ സ്ത്രീകൾക്ക് കയറണമെങ്കിൽ ഇന്ന ദിവസം എന്നുണ്ട്. ആ ദിവസത്തിലേ കയറാൻ പറ്റുള്ളൂ. അതിന് ശനിയാഴ്ചയും പിന്നെ വേറെ ഏതോ ദിവസം കൂടെ ഉണ്ട്. ആ ദിവസം മാത്രമേ കയറാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ ഔഷധക്കഞ്ഞി ഉണ്ട്, വേണമെങ്കിൽ എല്ലാവർക്കും കുടിക്കാം. 11 മണി വരെ ആണെന്നുള്ള 9 മണി മുതൽ 11 മണി വരെയുള്ള ഔഷധക്കഞ്ഞി കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി. അവിടെ ഇങ്ങനെ പുറത്ത് നിന്ന് അങ്ങനെ ചുറ്റിക്കൊക്കെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തപ്പോൾ നേരെ കണ്ടത് ഈ ഷോപ്പാണ്. അങ്ങനെ അവിടെ കയറി അവിടുന്ന് ഉപ്പിലിട്ടതൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടുന്ന് വിട്ട്. പിന്നെ അവിടുന്ന് ഇങ്ങനെ നേരെ ചുരമൊക്കെ കയറി നേരെ പോയത് പൂക്കോട് ലേക്കിലേക്കാട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ അവിടെ കയറി കുറച്ച് നടക്കാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുറച്ചങ്ങോട്ട് നടന്ന്. പക്ഷെ നല്ല തണുപ്പായിരുന്നു കേട്ടോ അവിടെയൊക്കെ. പിന്നെ അവിടെ റോഡ് സൈഡിൽ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ടിക്കറ്റ് എടുക്കാൻ ഇളച്ചൻ പോയിരുന്നു നേരത്തെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ എത്തി. മെല്ലെ നടന്ന് ഞങ്ങൾ അവിടെ എത്തി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറേ നേരം ഇരുന്ന് പിന്നെ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബോട്ടിൽ കയറി. 20 മിനിറ്റ്സാണ് അവർ പറയണത്. എന്നാലും ഞങ്ങൾ 20 മിനിറ്റ്സിനും കൂടുതൽ അയക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ചവിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ചവിട്ടി എങ്ങനെയൊക്കെ ആണ് കേട്ടോ ഇവിടെ തിരിച്ച് റിട്ടേൺ എത്തിയത്. പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു. അവിടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ഞങ്ങൾ പോയത് തുഷാരഗിരി വാട്ടർഫാൾസ് കാണാനാണ് കേട്ടോ. കുറേ കാലത്ത് ആഗ്രഹം കേട്ടോ അവിടെ പോകണം എന്നുള്ളത്. അങ്ങനെ ലാസ്റ്റ് അവിടേക്ക് പോകാൻ വേണ്ടി പോണതിന് മുമ്പിട്ട് ഫുഡ് കഴിക്കാൻ കയറി. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ നാടൻ ഫുഡാട്ടോ ഓർഡർ ആക്കിയത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നാടൻ ഫുഡാട്ടോ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ തുഷാരഗിരി എത്തി. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കുറേ കുറച്ചൊക്കെ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നടന്ന് മോനൂസ് വെള്ളം കാണാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. ഓനക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നായി. മോളൂസ് പിന്നെ ഉറക്കമായി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു, നടന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട്. ഇരുന്നതിന് ശേഷം അങ്ങനെ നടന്ന് പിന്നെ അവിടേക്ക് വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ടേക്ക് പോയി. അതും കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഉള്ളിലേക്ക് പോയപ്പം അവിടെ എത്രയോ വർഷപ്പഴക്കം 40 വർഷം എന്തോ പഴക്കമുള്ളൊരു മരമുണ്ട്. അപ്പോൾ അങ്ങനെ മരത്തിൻ്റെ ഉള്ളിൽ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ഈ പുറമേ കാണുന്ന പോലെ ഉള്ളിൽ കയറുമ്പോൾ ഫുള്ള് കാലിയാണ് ഉള്ളിൽ. നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാൻ. അതിനുശേഷം ഞങ്ങൾ എന്താക്കി വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് വെള്ളത്തിൽ കുറച്ച് നല്ല തണുപ്പാട്ടോ, നല്ല ഫ്രഷ് വെള്ളം കേട്ടോ. അങ്ങനെ കുറേ മോനൂസിന് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓനെ പിടിച്ചാൽ കിട്ടില്ല. ഫുള്ള് വെള്ളത്തിൽ നല്ല കളിയാണ്. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.